ഹായ് ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് എപ്പിക്കൾച്ചറാണ്. ഇപ്പോൾ എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തേനീച്ച വളർത്തലാണ്. ഇതൊരു കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എപ്പിക്കൾച്ചർ. ഹണിക്കായാലും അതിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാക്സിനായാലും കുറേ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ചെറിയൊരു ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഹൈ ഈൽഡ് കിട്ടുന്ന ഒരു പ്രാക്ടീസാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിഗ്രി ലെവലിലെല്ലാം സെമിനാർ അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എപ്പിക്കൾച്ചർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് എപ്പിക്കൾച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് കവർ ചെയ്യുന്ന രണ്ട് ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ ഈ ഹണി എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഹണി എന്താണെന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ്. അത് ഒന്നുകൂടെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ എക്യുപ്മെൻറ്റ്സ് ആണ് ഒന്നാമത്തത് ബീ ഹൈവ്. ബീ ഹൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾസോ നോൺ ആസ് എപ്പിയറി ബോക്സ്. നമ്മളിത് സാധാരണയായിട്ട് നമ്മളെ ഗാർഡനിലെല്ലാം ഹണി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോക്സ് അല്ലെങ്കിൽ മെയിൻ പാർട്ട് ഓഫ് ദ ബീ ഹൈവ് എന്നൊക്കെ പറയാം. നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ ഒരു എപ്പിയറി ഹൈവ് അല്ലെങ്കിൽ എപ്പിയറി ബോക്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബീ ഹൈവ് എന്ന് പറയുന്നത്. ഇത് പല ടൈപ്പ് ഉണ്ട്. മെയിനായിട്ടുള്ള ടൈപ്പുകളാണ് ലാങ്സ്ട്രോത്ത് ഹൈവ്, ന്യൂട്ടൺ ഹൈവ്, ഇന്ത്യൻ ഹൈവ്, കോൺട്രാ ബ്രൂഡ് ചാമ്പർ, നമ്മൾ ലാർവേനെ മാത്രം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് സൂപ്പർ ചാമ്പർ ഉണ്ട്, നമ്മൾ ഹണി സ്റ്റോറേജിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുഡൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫ്രെയിമുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ ഫോട്ടോക്കൊക്കെ ഉപയോഗിക്കുന്ന ഫ്രെയിം അറിയാലോ, 4 ഭാഗത്ത് മാത്രം ആൻഡ് നടുവിലൊന്നുമില്ല. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയാം. ഈ ഒരു ഫ്രെയിമുകൾ നമ്മൾ ഈ ഒരു ആപ്പിയറി ബോക്സിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹണി ബീസ് തന്നെ അതിൽ അവരുടെ വാക്സ് കോമ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇവർ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു വാക്സ് കോമ്പിൻ്റെ ഉള്ളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നതായാലും അതേപോലെ ഹണി സ്റ്റോർ ചെയ്ത് വെക്കുന്ന